വില്വാദ്രിനാഥന്റെ മണ്ണിൽ ബി.ജെ.പിയുടെ വിജയാഘോഷം. ബി.ജെ.പിയുടെ പെൺകരുത്തിന്റെ മുഖം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത വിജയാഘോഷത്തിന്റെ പൊതുസമ്മേളനത്തിൽ ബി.ജെ.പി തിരുവില്ലാമല പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ജയപ്രകാശ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ മുറി എന്നത് സാങ്കല്പികമല്ലെന്നും അധികം വൈകാതെ അത് യാഥാർത്ഥ്യമാകുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിലെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഗത്ഭമതിയായിട്ടുള്ള ലീഡറായിരുന്ന ഗൗരിയമ്മയുടെ നാട്ടിൽ അരൂരിൽ ചേന്നംപള്ളിപ്പുറത്ത് ഭാരതീയ ജനതാ പാർട്ടി ഭരണം ഇതുപോലെ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. ദേശീയതയുടെ ഭാഗമാകാൻ മറ്റു പാർട്ടികളിൽ നിന്നും ബി.ജെ.പിയിലേക്ക് എത്തിയവരെ സ്വീകരിച്ചു. വിജയാഘോഷ ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ശശി വെന്നൂർ, ബി.ജെ.പി തൃശൂർ നോർത്ത് ജില്ലാ അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ, ജില്ലാ വൈസ് പ്രസിഡന്റ്മാരായ ബാലകൃഷ്ണൻ, പി.കെ. മണി, ജില്ലാ കമ്മിറ്റി അംഗം അജിത് ചീരാത്ത്, മണ്ഡലം പ്രസിഡന്റ് ടി.സി. പ്രകാശൻ, ജനറൽ സെക്രട്ടറി പി.കെ. ഉമേഷ്, തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ്, വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്മിത സുകുമാരൻ എന്നിവർ പങ്കെടുത്തു. അവിടെ ആലപ്പുഴയിലെ കുട്ടനാട് എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായിരുന്നു. 50 വർഷക്കാലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി പാറിച്ച പ്രദേശത്ത് നീലമ്പേരൂർ പഞ്ചായത്തിന്റെ ഭരണം ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾ ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. നമ്മൾ 200-ലധികം വരുന്ന വ്യക്തികൾ അവിടെ ജനപ്രതിനിധികളായി വിജയിച്ചു. ഗ്യാലറിയിൽ ഇരുന്ന കളി കാണാനാണ് ആലപ്പുഴയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞതെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായിട്ടുള്ള പുന്നപ്രയിൽ പ്രധാന പ്രതിപക്ഷത്തിന്റെ റോളേറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. അച്യുതാനന്ദന്റെ പ്രദേശവും മുൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഞാനും നിങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ശ്രീമാൻ അച്യുതാനന്ദന്റെ പ്രദേശവും സുധാകരൻ സാറിന്റെ പ്രദേശവും നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി അടിവച്ച് അധികാരത്തിലേക്ക് എടുത്തപ്പോ കോൺഗ്രസ് മെല്ലെ പിറകിൽ നിന്ന് സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് വിരലിൽ എണ്ണാവുന്ന 1-2 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് നമ്മൾ പ്രധാന പ്രതിപക്ഷമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇന്ന് തിരുവില്ലാമല പഞ്ചായത്തിൽ നമ്മൾ ഈ അധികാരം ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ അധികാരം എന്ന് പറയുന്നത് എന്തിനാണ്? ജനങ്ങളെ സേവിക്കാനാണ്. ശ്രീമാൻ നരേന്ദ്രമോദി, ആരാധനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി, ഒരു പാവപ്പെട്ട കുടിലിൽ ജനിച്ചു വളർന്ന് കഷ്ടപ്പെട്ട് തന്റെ അമ്മ കൂലിപ്പണി ചെയ്ത് കിട്ടിയ നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പൊതുപ്രവർത്തന മണ്ഡലത്തിലേക്ക് കടന്നു വന്ന് ഈ രാജ്യത്തിന്റെ വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി 1 തവണയല്ല 2 തവണയല്ല 3 തവണയും മുഖ്യമന്ത്രിയായതിനു ശേഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗം ചേർന്നിട്ടല്ല ശ്രീമാൻ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകണം എന്ന് തീരുമാനമെടുത്തത്. രാജ്യത്തെ പാവപ്പെട്ടവർ പറഞ്ഞു, രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർ പറഞ്ഞു, ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഈ രാജ്യം പറഞ്ഞു, നമോ മോദി, മോദിയാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകേണ്ടത് എന്ന് രാജ്യത്തെ ആഭാരത്തിൽ വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ആവശ്യപ്പെട്ടു പറഞ്ഞു. ആ കസേരയിലേക്കാണ് ശ്രീമാൻ നരേന്ദ്രമോദി നടന്നു നീങ്ങിയത്. അപ്പോ നമ്മളെ കളിയാക്കിക്കൊണ്ട് പലരും പറഞ്ഞു, ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ മുസ്ലിം സുഹൃത്തുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾക്ക് ഭയപ്പാടുണ്ടാകും. ആ നരേന്ദ്രമോദിയെ ഇന്നലെ നിങ്ങൾ കണ്ടു. എവിടെയാണ്? ഡൽഹിയിലെ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ അവിടെ അവർ നടത്തുന്ന പ്രാർത്ഥനാ ചടങ്ങിനോടൊപ്പം ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് അവർ വിശ്വാസപൂർവ്വം നെഞ്ചിലേറ്റിയിട്ടുള്ള ബൈബിൾ തൊട്ട് നമസ്കരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയെ ഇന്നലെ ലോകം മുഴുവൻ നോക്കിക്കണ്ടുവെങ്കിൽ ആ മോദി നൽകുന്ന സന്ദേശം എന്താണ്? ആ സന്ദേശം എന്ന് പറയുന്നത്, ഓരോരുത്തരും അവരവരുടെ മതചിഹ്നങ്ങളിൽ അവരുടെ മതത്തിൽ വിശ്വസിക്കുകയും മതം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുള്ള മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരം ഏറ്റെടുത്ത ശ്രീമാൻ നരേന്ദ്രമോദി ഭൂമി ദേവിയെ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? അമ്പലങ്ങൾ കെട്ടലല്ല എന്റെ ഒന്നാമത്തെ പരിപാടി. എന്താണ്? അമ്മമാരുടെ, പെൺകുട്ടികളുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കുന്ന ഒരു ഭാരതത്തെ സൃഷ്ടിക്കലാണ് എന്റെ ആദ്യത്തെ പ്രയോറിറ്റി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് സുകന്യ സമൃദ്ധി പദ്ധതി കൊണ്ടുവന്നത്, അങ്ങനെയാണ് സ്വച്ഛ് ഭാരത് പദ്ധതി കൊണ്ടുവന്നത്.
പിണറായി വിജയൻ പേര് മാറ്റിയിട്ട് ഹരിത കേരളം പദ്ധതി എന്നാക്കി മാറ്റിയെങ്കിൽ പോലും കക്കൂസും കുളിമുളിയും എല്ലാം ലക്ഷക്കണക്കിന് വരുന്ന ആളുകളിലേക്ക് കൊണ്ടുവന്നത് ആ സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. സ്വച്ഛ് ഭാരത് പദ്ധതി നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന ശ്രീമാൻ നരേന്ദ്രമോദി. ന്യൂനപക്ഷ സഹോദരന്മാർ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പൗരത്വ നിയമം രാജ്യത്ത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പള്ളിയുണ്ടാകില്ല, സ്ഥലമുണ്ടാകില്ല, വീടുണ്ടാകില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പരിശ്രമിച്ചു. അവര് എല്ലാവരും ചേർന്ന് കടകളടച്ചു. എന്നിട്ട് അവര് പറഞ്ഞു, ഞങ്ങൾ രാജ്യം വിട്ടു പോകാൻ തയ്യാറല്ല. ആര് പറഞ്ഞു നിങ്ങളോട് രാജ്യം വിട്ടു പോകാൻ? നിങ്ങളുടെ നാട് ഈ ഭാരതമാണ്, നിങ്ങളുടെ അമ്മ ഭാരതാമ്മയാണ്. നിങ്ങൾ ഇവിടെ നമാസ് നടത്തുമ്പോ, നിങ്ങൾ നിസ്കരിക്കുമ്പോ, നിങ്ങൾ മകളെ ഇവിടെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോ, മയ്യത്ത് നമസ്കാരം നടത്തിക്കൊണ്ട് നിങ്ങൾ ആ പള്ളിയിൽ നിന്ന് ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോ നിങ്ങൾ ഈ ഭാരതത്തിന്റെ മക്കളാണ്. ഇവിടെ മതം രണ്ടാമതാണ്, രാജ്യമാണ് ഒന്നാമത് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ശ്രീമാൻ നരേന്ദ്രമോദിയെ ഈ ലോകം മുഴുവൻ സ്വീകരിക്കുകയാണ്.